നിന്റെ കൂടെ ക്രിസ്തു ഉണ്ടെങ്കിൽ നീ എന്തിനു ഭയപ്പെടണം? നിന്റെ കപ്പൽ ദൈവം എത്തിക്കും. പക്ഷെ നീ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞ് നീ വേറെ ബന്ധം ഉണ്ടാക്കാൻ പോയാലോ നീ പാടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. കർത്താവ് പറയാം, ഐ ഡോണ്ട് നോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീ ഓരോ പാട്ട് പാടുമ്പോഴും നീ ഓരോ സ്തുതിക്കുമ്പോഴും നീ പറയണം, എന്റെ ക്രിസ്തുവിന്റെ കൂടെ ഞാൻ നിൽക്കും. ഹല്ലേലൂയ. ആരെന്ത് പറഞ്ഞാൽ എന്റെ ക്രിസ്തു എന്നെ ഉയർത്തും. ആരെന്ത് പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ, ഞാൻ പറഞ്ഞു എനിക്ക് പ്രശ്നമില്ല, എന്റെ ഹാർട്ടിന്റെ അകത്ത് കയറത്തില്ല. കാരണം എന്താണെന്നറിയാമോ, ഞാനറിയാതെ എന്റെ ഹാർട്ടിന്റെ അകത്ത് ദൈവം ഒരു വല ഉണ്ടാക്കി. അതുകൊണ്ട് എപ്പോഴും ഞാൻ നിങ്ങളടുത്ത് പറയാം, നിങ്ങൾ വീടിന്റെ അകത്തിരുന്ന് പറയുന്നത് പുറത്ത് കേൾപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, അത് എപ്പോഴും ഓർത്തോണം. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് വീടിന്റെ അകത്ത് നീ ആർക്കെതിരെ എന്ത് പറഞ്ഞാലും പുറത്ത് എത്തിക്കേണ്ടവന്റെ ചെവിയിൽ ദൈവം അത് എത്തിച്ചിരിക്കും. അതുകൊണ്ട് മനുഷ്യനെ നോക്കുകയോ മനുഷ്യന്റെ വ്യവസ്ഥയിൽ ജീവിക്കുകയോ ചെയ്യാതെ ക്രിസ്തു എന്താഗ്രഹിക്കുന്നോ ആ വ്യവസ്ഥയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ദൈവം നമ്മൾ ഉയർത്തും, ദൈവം നമ്മളെ വളർത്തും. മത്തായിയുടെ സുവിശേഷം 11:28 നമുക്കത് വായിക്കാം. 11:28 മത്തായിയുടെ സുവിശേഷം 11:28 നമുക്ക് വായിച്ചു. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ. അപ്പോൾ ജീസസ് നമ്മൾ എന്ത് ചെയ്യണം? ഇൻവൈറ്റ് ചെയ്തിരിക്കുക. ആരൊക്കെയാ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്? വായിച്ചേ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ. ആരുടെ അടുത്ത് വരാനാ പറഞ്ഞത്? മത്തായിയുടെ അടുത്ത് വരാനാണോ യേശുവിന്റെ അടുത്ത് വരാനാണോ? ആരുടെ അടുത്ത് വരാനാ? നീ വരേണ്ട അടുത്ത് ചെല്ലണം. മത്തായിയുടെ അടുത്ത് വരാനാണോ പറഞ്ഞത്? അല്ലെ പൗലോസ് അപ്പോസ്തലന്മാരുടെ അടുത്ത് ചെല്ലാനാണോ പറഞ്ഞത്? പിന്നെ അധ്വാനിക്കുന്നവർ ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ, എന്തെങ്കിലും ഭാരങ്ങൾ, പ്രയാസത്തിൽ, സങ്കടത്തിൽ, ദുരിതത്തിൽ ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെ അടുത്ത് വരണം? ഇനി അടുത്ത വാക്യം വായിച്ചോ. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആരാ നിന്നെ ആശ്വസിപ്പിക്കേണ്ടത്? മനുഷ്യൻ എത്ര ആശ്വസിപ്പിച്ചാലും അവന്റെ ആശ്വാസം there will be something benefit. ദൈവം നിന്നെ ആശ്വസിപ്പിക്കണം. എങ്ങനെയാണ് നിനക്ക് ഈ ആശ്വാസം നൽകുന്നത്? അടുത്ത വാക്യം വായിച്ചോ. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്റെ ദുഃഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവേൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. അടുത്ത വാക്യം വായിച്ചോ. എന്തെന്നാൽ എന്റെ ദുഃഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇതിന്റെ അകത്ത് 4 കൂട്ടം കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതിന്റെ അകത്ത് എത്ര കൂട്ടം കാര്യം ഇരിപ്പുണ്ട്? 4 കൂട്ടം. ഒന്നാമത്തെ കൂട്ടമാണ് ദ ഫോർമേഷൻ ഓഫ് വാല്യൂ എന്ന് പറയും. എന്താണ് ദ ഫോർമേഷൻ ഓഫ് വാല്യൂ? സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ഇതിന്റെ അകത്ത് എവിടെയാണ് ഈ ഫോർമേഷൻ ഓഫ് വാല്യൂ എവിടെ കണ്ടത്? നിങ്ങൾ ആദ്യ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചേ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എല്ലാവരും വായിച്ചേ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എന്റെ അടുത്ത് ഫോർമേഷൻ അവിടെ കൊടുത്തു. എടാ കഷ്ടത അനുഭവിക്കുന്നവനെ, എടാ ഭാരം അനുഭവിക്കുന്നവനെ, എടാ മനസ്സിൽ വേദന അനുഭവിക്കുന്നവനെ, നീ വാ. അവിടെ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്തത്. കം ടു മീ, എന്റെ അടുത്ത് വാ, ഞാൻ നിന്നെ സഹായിക്കാം. ദ ഫോർമേഷൻ വാല്യൂ ഏതിലാ തുടങ്ങിയത്? ക്രൈസ്റ്റിലാ തുടങ്ങിയത്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ പറയാം, ജീസസ് വിഷനിലേക്ക് ദൈവമാണ് നിന്നെ കൊണ്ടെത്തിച്ചത്. ടു സീക്ക് ജീസസ്, എന്നെ സീക്കാനല്ല. ടു സീക്ക് ജീസസ്. ദൈവം നിന്നെ എവിടെ എത്തിച്ചു? പല കൂട്ടായ്മ ജീസസ് വിഷനിൽ എത്തിച്ചവരുണ്ട്, വേറെ പലരും എത്തിച്ചിട്ടുണ്ട്. നിങ്ങളെ എത്തിച്ചത് എന്തിനാ? ടു സീക്ക് ജീസസ്, ടു മേക്ക് ദ ഫോർമേഷൻ ഓഫ് വാല്യൂ. ആരുടെ വാല്യൂ ഉണ്ടാക്കാനാ? നിന്റെ ജീവിതത്തിൽ ക്രിസ്തു എന്ന വലിയ വാല്യൂ ഉണ്ടാക്കാനാണ് ദൈവം നിന്നെ വിളിച്ചത്. ആരൊക്കെയാ വിളിച്ചത്? അധ്വാനിക്കുന്നവനെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എല്ലാവരും എൻ്റെ അടുത്ത് വരാൻ വിളിച്ചത്. ദ ക്രിയേഷൻ ഓഫ് ദ വാല്യൂ. അവിടെ ആർക്കാണ് വാല്യൂ? ക്രൈസ്റ്റിനാണ് വാല്യൂ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ പലരും ആത്മീയതയിൽ നിന്ന് ഓടിയൊടുക്കാനും പലരും ആത്മീയത പുറത്തു പോകാനുള്ള കാരണം എന്താണെന്നറിയാമോ? അവരറിയാതെ അവർ അകത്ത് ദ ഫോർമേഷൻ ഓഫ് വാല്യൂ അവരിൽ നിന്ന് മാറിപ്പോകുന്നത് കൊണ്ടാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ പറയാം, നിങ്ങൾ എല്ലാ രാത്രിയിലും നിങ്ങളുടെ സോളിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ രാത്രിയിലും നിങ്ങൾ നിങ്ങളുടെ സോളിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിന്റെ സോൾ നിന്നിൽ നഷ്ടപ്പെട്ടാൽ എല്ലാം നിന്നിൽ നഷ്ടപ്പെടും. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന സ്പിരിറ്റ് സോളുമായിട്ട് കണക്ട് ചെയ്ത്, ഈ സോളാണ് നിന്റെ ശരീരത്തെ നിയന്ത്രിക്കുന്നത്, ഈ സോളാണ് നിന്റെ ചിന്തയെ നിയന്ത്രിക്കുന്നത്, ഈ സോളാണ് നിന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നത്, ഈ സോളാണ് നിന്റെ കണ്ണിനെ നിയന്ത്രിക്കുന്നത്, ഈ സോളാണ് നിന്റെ ബോഡിയുടെ സകല പാട്ടിനെയും നിയന്ത്രിക്കുന്നത്. ഈ സോളാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഫോർമേഷൻ ഓഫ് വാല്യൂ ക്രൈസ്റ്റിന്റെ അകത്ത് കൊടുക്കാമെങ്കിൽ നിന്റെ ബോഡി ക്രൈസ്റ്റ് ആലോചിക്കുന്നത് പോലെ നിന്റെ ബോഡി ആയിരിക്കത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത് ചെയ്യണം? ദ ഫോർമേഷൻ ഓഫ് വാല്യൂ. ആദ്യമേ തിയോളജിക്കൽ ബേസിൽ മത്തായി പറയുകയാണ്,
The formation of value is Christ. ബിൽഡ് എ റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഈ ഫോർമേഷൻ ഓഫ് വാല്യൂ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്. നീ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തില്ലെങ്കിൽ സ്റ്റിൽ ദ ഫോർമേഷൻ വാല്യൂ ഇസ് ഐഡിൽ. അത് അവിടെ നിൽക്കുക, അത് മൂവ്മെന്റ് ആവത്തില്ല. നീ മൂവ്മെന്റ് ആണെങ്കിൽ ബിൽഡ് റിലേഷൻഷിപ്പ്. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഇനി രണ്ടാമത്തെ വാക്യം നമ്മളിത് വായിച്ചു. രണ്ടാമത്തെ വാക്യം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്റെ ദുഃഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവേൻ. അപ്പോൾ അതിന്റെ അകത്ത് തിയോളജിസ്റ്റ് പറയുന്നത് ഒരു ശ്രേഷ്ഠതയുടെ വേട്ടയാണ് അവിടെ നടക്കുന്നത് എന്നാ പറയുന്നത്. ശ്രേഷ്ഠതയുടെ വേട്ട. എന്താണ് ശ്രേഷ്ഠത അവിടെ നിങ്ങൾക്ക് പറയാമോ? അവിടെ തന്നെ എഴുതി വെച്ച സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചോണ്ട് എന്താണ് ശ്രേഷ്ഠത പറയാമോ? സൂമിലുള്ളവർ വായിച്ചോ, ആ വാക്യം വായിച്ചു നോക്കൂ. എവിടാ ശ്രേഷ്ഠത എഴുതി വെച്ചേക്കുന്ന അറിയാമോ? ഒന്ന് വായിച്ചു നോക്കോ. നിങ്ങളെ ആരും നിന്നെ ആശ്വസിപ്പിക്കാനില്ലായിരിക്കാം. അപ്പൻ കാണത്തില്ല, അമ്മ കാണത്തില്ല, സഹോദരൻ കാണത്തില്ല, പ്രാർത്ഥനക്കാരൻ കാണത്തില്ല, ഒരു കൂട്ടുകാരനെ കാണത്തില്ല, കൂട്ടുകാരിയും കാണത്തില്ല. പക്ഷെ ഞാൻ നിന്നെ ശ്രേഷ്ഠതയുടെ വേട്ട ആരംഭിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നീ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഓർത്തോണം, ഒരു ചാൻ കയറിൽ തൂങ്ങണ്ടവനായിരുന്നു ഞാൻ നീയും. നിന്നെ വേട്ടയാടി ഈ ആത്മീയത എച്ചിരിക്കുന്നത് മനുഷ്യനല്ല, ക്രിസ്തുവാണ്. ഒരു വേട്ട, ശ്രേഷ്ഠതയുടെ വേട്ട യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നൽകി. സ്തോത്രം, ഹല്ലേലൂയ. ഓ, നീ നശിച്ച് കാണാൻ ആഗ്രഹിക്കുന്നതിന്റെ മുന്നിൽ ദൈവം നിന്നെ ഉയർത്തി. നീ ഇല്ലാതായി കാണണമെന്നുള്ള കുടുംബക്കാരുടെ മുന്നിൽ ദൈവം നിന്നെ ഉയർത്തി. നീ ഇന്ന് കടം വാങ്ങിച്ച് അവന്റെ മുന്നിൽ ഇരയ്ക്കണമെന്ന് പറഞ്ഞവന്റെ മുന്നിൽ ദൈവം നിന്നെ ഉയർത്തി. ഒരു വേട്ട നിനക്ക് വേണ്ടി ദൈവം നൽകി. ഹല്ലേലൂയ. ആത്മീയത എന്ന ഹൈവേ കൂടെ നീ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഓർത്തു പോകണം, വന്ന കുരുട്ടുള്ള വഴികൾ മറക്കരുതേ ദൈവമൈതലേ. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഒരു ചാൻ വയറിന് വേണ്ടി കഷ്ടപ്പെടാൻ വന്ന നിന്നെ ഇന്ന് അനുഗ്രഹിച്ച് ഉയർത്തിയ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ നാമം യേശു എന്നാണ്, അല്ലാതെ മനുഷ്യനെന്നല്ല. വേട്ട നടത്തി, ശ്രേഷ്ഠതയുടെ വേട്ട. ഹല്ലേലൂയ. ഒരു മനുഷ്യനും ചെയ്യാത്തത് നിനക്ക് വേണ്ടി ചെയ്തു തന്നു. ഒരു മനുഷ്യനും ചിന്തിക്കാത്തത് നിനക്ക് വേണ്ടി ചെയ്തു തന്നു. ഇന്ന് നീ പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോൾ നിനക്ക് സമയമില്ല. ജോലിയാണത്ര ജോലി. എത്ര നാൾ നീ ജോലി ചെയ്യും? എത്ര നാൾ നീ ഒളിച്ചോടും? എത്ര നാൾ നീ മൂടി വെക്കപ്പെടും? ബൈബിൾ പറയാണ്, നിന്നെ ഉയർത്തിയത് ഞാനാണെങ്കിൽ നിന്നെ ചലിപ്പിക്കാനും എനിക്കറിയാം. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തുതിച്ചത് പ്രാർത്ഥിച്ചേ. ആമേൻ, ആമേൻ. ഈ ശ്രേഷ്ഠതയുടെ വേട്ട കിട്ടാത്ത ഒരുത്തനുമില്ല. ഈ ദൈവത്തിന്റെ ആശ്വാസം ലഭിക്കാത്ത ഒരുത്തനുമില്ല. ഈ ദൈവത്തിന്റെ പങ്ക് കിട്ടാത്ത ഒരുത്തനുമില്ല. പങ്ക് കിട്ടാത്തവരാണെങ്കിൽ ഓക്കെ, പങ്ക് കിട്ടിയെങ്കിൽ നിന്നെ വിളിക്കുന്ന പേരാണ് പങ്കുകാരൻ. ഹല്ലേലൂയ. ഒരു സഹോദരൻ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ഇങ്ങനെയാണ് സഹോദരൻ പറഞ്ഞത്, ബ്രദറെ, ഞാൻ വന്ന വഴിയൊന്നും ബ്രദറിന് അറിയത്തില്ല. എന്നോട് സഹോദരൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പം ഞാൻ ചേട്ടൻ, ഇവൻ എൻ്റെ അനിയൻ, ഞങ്ങൾക്ക് അനിയൊരു പെങ്ങളുണ്ടെന്ന് വിചാരിച്ചു. പെങ്ങൾക്ക് മൂന്ന് ഭ്രാന്ത. അപ്പൊ എൻ്റെ ഇവന്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ നാട്ടിലൂടെ നടക്കാൻ പറ്റത്തില്ല. നാട്ടിലൂടൊന്നും നടക്കാൻ പറ്റത്തില്ല. നാട്ടുകാർ എണ്ണിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ തലയെ മുണ്ടിട്ടിട്ട് ഞങ്ങൾ നേരെ അവിടെ പോയി കിടക്കുമെന്ന് അറിയാമോ? ബോട്ടിയെട്ടി പോയി കിടക്കും. കാരണം രാവിലെ എണ്ണിച്ച പുള്ളിക്കാരി വായി വരെ തെറി വിളിക്കും. അപ്പം നാട്ടുകാരുടെ മുന്നിൽ നമുക്ക് എണ്ണിച്ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ നടന്ന എന്നെ, യേശു ആരാന്ന് പോലും അറിയാത്ത എന്നെ വിളിച്ച് അനുഗ്രഹിച്ച് ബലപ്പെടുത്തി ശക്തനാക്കിയ എന്നെ ഞാൻ ആരുടെയാ? ബ്രദർ പറ. ഞാൻ പറ, യേശുവിന്റെ. ഞാൻ മനുഷ്യനോട്ട് ബന്ധം വെച്ചാൽ എന്നെ അപ്പഴെ കത്തിക്കത്തില്ല ബ്രദറെ. നിന്നെ കപ്പിക്കും. ഇന്ന് നിനക്കൊരു അഡ്രസ് ഉണ്ടാക്കി തന്നത്, നിന്നെ നീ ആക്കിയത് മനുഷ്യനല്ല ദൈവമാണെന്നുള്ള ബോധമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഈ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ആര് നിന്നെ എന്തു പറഞ്ഞാലും ശരി, ആര് നിന്നെ ഉപേക്ഷിച്ചാലും ശരി, ആര് നിന്നെ കല്ല് പറക്കി എറിഞ്ഞാലും ശരി, ആരും നിന്നെ എറിഞ്ഞാലും ശരി, ഉറക്കെ പറയണം, ഐ ബിൽഡ് ബൈ ക്രൈസ്റ്റ്. എന്നെ പണിഞ്ഞത് ക്രിസ്തുവാ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഇന്ന് ഇത്ര കഷ്ടതയുള്ളപ്പോ, കഷ്ടതയുണ്ടെങ്കിലും ഈ ബോംബിട്ട് എന്നെ പകർത്താലും ഞാൻ നശിച്ചു പോയാലും
അവിടുന്ന് ജോബിനെ ഉയർത്തിയതുപോലെ എന്നെ ഉയർത്തും. ഹല്ലേലൂയ. എടാ നിന്റെ എല്ലാം നഷ്ടപ്പെട്ടില്ലടാ, നിന്റെ ജോലി പോയില്ലടാ, ഒന്നും വേണ്ടടാ, നിന്നെ വളർത്താൻ ദൈവത്തിനറിയാം. ഹല്ലേലൂയ. നിന്നെ ഇടിച്ച് നിരപ്പാക്കാനും ദൈവത്തിനറിയാം, നിന്നെ വളർത്താനും ദൈവത്തിനറിയാം. നിന്ന് കൊടുത്താൽ മതി. ഹല്ലേലൂയ. നിന്ന് കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കാം. ഇനി മൂന്നാമത്തെ ആ വാക്യത്തിൽ ഒന്നുകൂടെ വാക്യം വെച്ച് 29 ഒന്നുകൂടെ വായിച്ചു. 29 വായിച്ചു. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്റെ ദുഃഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. തിയോളജിസ്റ്റ് പറയും ദിസ് ഈസ് എ സാക്രിഫിക്കൽ കമ്മിറ്റ്മെന്റ് എന്നാ പറയുന്നത്. എന്താണ് സാക്രിഫിക്കൽ കമ്മിറ്റ്മെന്റ്? ഈ കമ്മിറ്റ്മെന്റ് ആരെടുക്കും പറ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിനക്കൊരു സ്രോതസ് ഇതിന് ഫണ്ട് വരുന്നു, നീ മനുഷ്യനാണെങ്കിൽ ആ സ്രോതസ് എന്നെ കാണിക്കൂ? കാണിക്കൂല്ല. നീ കൊമ്പ എന്നെ കാണിക്കത്തില്ല. നീ അതിൻ്റെ അകത്ത് എനിക്ക് എന്തേലും തരും, ആ സ്രോതസ് നീ കാണിക്കുമോ? മനുഷ്യൻ കാണിക്കത്തില്ല. പക്ഷെ ദൈവം പറയണ ഞാൻ നിനക്കൊണ്ട് സാക്രിഫിക്കൽ കമ്മിറ്റ്മെന്റ് നടത്തിയിരിക്കുക. എന്താണെന്നറിയാമോ? നീ മുഖം വഹിച്ചാലും കൂടെ വഹിക്കുന്നത് ഞാനാ. സ്തോത്ര. ഹല്ലേലൂയ. നീ വഹിക്കുമ്പോൾ നീ വിചാരിക്കും നീ തന്നെയാ ചുമക്കുന്നതെന്ന്. അല്ലടാ, ഞാൻ നിന്റെ മുഖത്തിന്റെ മൊത്തം വെയിറ്റ് ഞാൻ എടുത്തേക്കുന്നത്. നീ ജസ്റ്റ് എന്റെ കൂടെ നിൽക്കുന്നതേ ഉള്ളൂ. നീ അങ്ങനെ കൂടെ നിന്നാൽ, നീ നിന്റെ സകലതും വിട്ട് ക്രിസ്തുവിന്റെ കൂടെ നിന്നാൽ, എന്തെങ്കിലും നീ കേട്ടിട്ടുണ്ട്, എന്തെങ്കിലും നിനക്ക് കിട്ടിയാൽ, എന്തെങ്കിലും നിനക്ക് വന്നാൽ, നീ ഭയപ്പെടേണ്ട. Once you take a sacrifice commitment, God will see your fulfillment of commitment. Hallelujah. മുന്നോട്ടുള്ള കമ്മിറ്റ്മെന്റ് കർത്താവാ. Hallelujah. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ പല സാക്രിഫിക്കൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാകും, നിന്റെ ജീവിതത്തിൽ പല മുഖങ്ങൾ ഉണ്ടാകും. ഇത് വഹിക്കാൻ അറിയുന്നവനും വഹിച്ചവനുമാണ് നിന്റെ നായകൻ. Hallelujah. ഇത് വഹിക്കാൻ അറിയാത്തവനല്ല, ഇത് വഹിച്ചവനും വഹിക്കാൻ കേപ്പബിലിറ്റി ഉള്ളവനും വഹിച്ച് പഠിച്ചവനുമാണ് നിന്നെ വിളിക്കുന്നത് കം വിത്ത് മീ എന്ന് പറയുന്നത്. Hallelujah. യേശുവേ ആരാധന. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഒരു കാലത്ത് നീ ഒറ്റയാനായിരുന്നു, ഇന്ന് നീ ഒറ്റയാനല്ല, ക്രിസ്തു നിന്റെ കൂടെയുണ്ട്. ഒരുപക്ഷെ നിന്റെ ഈ കണ്ണും കൊണ്ട് കാണാൻ പറ്റത്തില്ല എങ്കിലും നിനക്ക് രുചിച്ചറിയാൻ പറ്റും. എപ്പോഴാണെന്നറിയാമോ? ആരും പക്ഷത്തില്ലാത്തപ്പോൾ ഒരു ദൈവവചനം നീ വായിക്കുമ്പോൾ വചനം പറയും ദിസ് ഈസ് ഫോർ മീ. ഹല്ലേലൂയ. യേശുവേ ആരാധന. എ സാക്രിഫിക്കൽ കമ്മിറ്റ്മെന്റ്. അത് ചെയ്തത് മനുഷ്യനല്ല, യേശുവാ. അതുകൊണ്ട് നിനക്ക് ഇന്ന് എന്തെങ്കിലും അഡ്രസ് ഇല്ലാത്ത ലിജുവേ, നിനക്ക് അഡ്രസ് ഉണ്ടാക്കിയത് ജസ്മിനല്ല, മാത്തിച്ചാനല്ല, മനുഷ്യനല്ല, ക്രിസ്തുവാണെങ്കിൽ കീപ് ദ കമ്മിറ്റ്മെന്റ്. ഹല്ലേലൂയ. ക്രിസ്തുവായിട്ട് കമ്മിറ്റ്മെന്റ് വെച്ചോണം. ക്രിസ്തുവായിട്ട് കമ്മിറ്റ്മെന്റ് വെക്കുന്നവൻ ഒരിക്കലും താഴ്ന്നു പോകത്തില്ല. ഇനി അടുത്ത ഒരു കാര്യം അതിൻ്റെ അകത്ത് പറയാണ്, 4ാമത്തെ കാര്യം അതിൻ്റെ അകത്ത് പറയാം. നിത്യതയുടെ ദർശനം നിനക്ക് ഈ സ്റ്റേറ്റ്മെന്റിൽ കൂടെ ലഭിക്കും. എന്തിന്റെ ദർശനമാണ്? നിത്യതയുടെ ദർശനം ഈ പറഞ്ഞ യേശുവിൽ നിന്ന് നിനക്ക് ലഭിക്കും. ഹല്ലേലൂയ. എന്താണ് ഈ നിത്യതയുടെ ദർശനം എന്ന് പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് പറയാം, നിങ്ങൾ കഷ്ടതയിരിക്കുന്ന സമയം വിചാരിച്ചു. ഞാൻ നിങ്ങളടുത്ത് പറയാം, നിങ്ങളുടെ ഹാർട്ട് ഇങ്ങനെ ബ്രോക്കൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നീ ക്രിസ്തുവായിട്ട് ഇരിക്കുമ്പോൾ നീ അറിയാത്തൊരു പവർ നിന്റെ അകത്തേക്ക് ഇറങ്ങി വരും. സ്തോത്ര. ഹല്ലേലൂയ. നിന്റെ ഹൃദയം ഇങ്ങനെ തകർന്ന് നുറുങ്ങിയിരിക്കുന്ന സമയത്ത് നിന്നോട് സംസാരിക്കാനും നിന്റെ ഹാർട്ടിനെ ശക്തമാക്കാനും നിന്റെ സോളിനെ പവർഫുൾ ആക്കാനും ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ നാമമാണ് യേശു ക്രിസ്തു. നിന്റെ അകത്തേക്ക് വന്ന് നിന്റെ നിത്യത, നിന്റെ എറ്റേണലിനെ ഡെവലപ്പ് ചെയ്തൊരു നാമമുണ്ട്, യേശു ക്രിസ്തു. ഹല്ലേലൂയ. യേശു ആരാധന. ഇനി നമുക്ക് പൗലോസ് പറയുന്ന ഗലാത്യ 2:20 നമുക്കൊന്ന് വായിക്കാം. പൗലോസ് എന്താണ് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് അവസാനമായി പറയുന്നത് നമുക്ക് നോക്കാം. ഗലാത്യ 2:20 നമുക്കൊന്ന് വായിച്ചോ. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇനി ആരാണ്? റിലേഷൻഷിപ്പ് വെച്ച് എന്താണ്? ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുകയാണ്. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ഇനിമേൽ ഞാനല്ല, ലിജു അല്ല ഇനിമേൽ ജീവിക്കേണ്ടത്, ഇനിമേൽ ജീവിക്കേണ്ടത് ക്രിസ്തുവാണ്. ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഈ ബോധം റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന എല്ലാവർക്കും ദാനമായിട്ട് കൊടുക്കുന്നതാണ്.
സ്തോത്ര. ഗലാത്യക്കാരോട് പറയാണ്, ഗലാത്യക്കാരെ, നീ ക്രിസ്തുവായിട്ട് ബന്ധം ഉണ്ടാക്കി കഴിഞ്ഞാൽ നീ ഇന്നലെ വരെ നീ ജീവിച്ചു, ഇനി മുതൽ നീയല്ല നിന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ്. ഹല്ലേലൂയ. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് അവിടെ വ്യക്തമായി ഗലാത്യയിൽ പറയാണ്, റിലേഷൻഷിപ്പ് നീ ഉണ്ടാക്കിയാൽ നീ മരിച്ചു, നിന്നിൽ നീ അല്ല ജീവിക്കുന്നത്, നിന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. സ്തോത്ര. ഹല്ലേലൂയ. നിന്റെ ബോഡിക്ക് വേണ്ടതെല്ലാം ദൈവം നിനക്ക് നൽകുക. സ്തോത്ര. ഹല്ലേലൂയ. നിന്റെ ആവശ്യങ്ങളെല്ലാം ദൈവം തത്സമയത്ത് നടത്തി തരും. ആ സമയം ദൈവം നിശ്ചയിക്കുന്ന സമയമാണ്. നീ കടന്ന് വെപ്രാളപ്പെടണ്ട. ദൈവം നിശ്ചയിക്കുന്ന സമയത്ത് ദൈവം നിന്നെ ഉയർത്തുക തന്നെ ചെയ്യുക. ആ ഉയർച്ച നിനക്ക് ലഭിക്കണമെങ്കിൽ നിന്നിൽ നിന്ന് നീ മരിച്ചോ, ക്രിസ്തു നിന്നിൽ ജീവിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തു എങ്ങനെയാ ജീവിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തു സഹിച്ച പല കാര്യങ്ങളും നീ സഹിക്കും. അപ്പോസ്തലന്മാർ യാത്ര ചെയ്ത പല വഴി കൂടെ നീ യാത്ര ചെയ്യും. അപ്പോസ്തലന്മാർ ഹൃദയം അനുഭവിച്ച പല വേദനയും നിന്റെ ഹൃദയം അനുഭവിക്കും. അപ്പോസ്തലർ അനുഭവിച്ച പല ശാരീരിക വേദനകളും നീ അനുഭവിക്കും. അങ്ങനെ അനുഭവിച്ച് മുന്നോട്ട് പോകുമ്പോൾ നീ അറിയാതെ പറയും, ഞാൻ മരിച്ചു, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ.